വേറെ വല്ല പണിക്കും പോയിക്കൂടെ മൗലവി? എന്താണ് ഷഹാദത്തിന്റെ നിബന്ധന? ഏത് സമസ്തയുടെ പള്ളി ദർസിലാണ് പഠിപ്പിക്കുന്നുള്ളത്? സമസ്തയുടെ പള്ളി ദർസുകളിൽ ഏത് കിതാബിലാണ്, ഏത് ദർസിലാണ് നിങ്ങൾ പഠിപ്പിക്കുന്നുള്ളത്? ആ കിതാബ് എനിക്ക് ആവശ്യമുണ്ട്. അത് കടയിൽ പോയി വാങ്ങിക്കോ, കടയിൽ ഇഷ്ടം പോലെ കിട്ടും. നോക്കി നിങ്ങൾ ഈ ചെങ്ങായിൻ്റെ ഒരു വിവരക്കേട്. അപ്പം നിങ്ങൾ ഇതേറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ വിവരം അറിയും. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, ഷഹാദത്ത് വചനത്തിന്റെ നിബന്ധനകൾ ചോദിച്ചതുകൊണ്ട് കുടുങ്ങിപ്പോയ മുസ്ലിയാർ തെറിവിളികളും പരിഹാസവും ഭീഷണിയും മാത്രമാണ് നടത്തുന്നുള്ളത്. ഒരു തരം ഗുണ്ടായിസം പോലെ. ഞാൻ സമസ്തയിൽ നിന്ന് തന്നെ വന്ന ആളാണ്. ഞാൻ സമസ്തയ്ക്കെതിരെ കളവ് പറയേണ്ട ആവശ്യമില്ല. കാരണം സമസ്ത മദ്രസയിലാണ് ഞാൻ പഠിച്ചത്. അവിടെ ഷഹാദത്ത് വചനത്തിന്റെ നിബന്ധനകൾ പഠിപ്പിക്കുന്നില്ല. ഇനി മുസ്ലിയാക്കന്മാർക്ക് അത് അറിയുന്നില്ലെങ്കിൽ പറഞ്ഞാൽ മതി. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മോനുണ്ട് സലഫി മദ്രസകൾ, അവന് പറഞ്ഞു തരും അതിന്റെ നിബന്ധനകൾ, അതിന്റെ തെളിവായിട്ടുള്ള ആയത്തുകൾ, ഹദീസുകളൊക്കെ പറഞ്ഞിട്ട് എന്റെ മോന് പറഞ്ഞു തരും. വേണമെങ്കിൽ മുസ്ലിയാക്കന്മാർ 20 വർഷം പഠിച്ച മുസ്ലിയാക്കന്മാർ ചോദിച്ചാൽ മതി, ഡബിൾ ഡിഗ്രി മുസ്ലിയാക്കന്മാർ ചോദിച്ചാൽ മതി. സമസ്തയുടെ ഒരു ദർസിലും പഠിപ്പിക്കുന്നില്ല. കാരണം എന്റെ ഉസ്താദ് ഇപ്പോൾ സഹദാരിമിയാണ്. 20 വർഷമാണ് സമസ്തയിലെ പള്ളി ദർസിൽ പഠിച്ചത്. വേറൊരു ഉസ്താദ് എന്റെ ഫൈസിയാണ്, ഉമർ ഫൈസി. അദ്ദേഹം 12 വർഷം സമസ്ത പള്ളി ദർസിൽ പഠിച്ചിട്ട് ഷഹാദത്തിന്റെ നിബന്ധനകൾ മനസ്സിലാക്കിയതുകൊണ്ട് സമസ്ത വിട്ടിട്ട് സലഫാ ദർസത്തിലേക്ക് വന്ന ആളുകളാണ്. വിശുദ്ധ ഖുർആനിലെ ആയത്തോതിക്കൊണ്ട് മരിച്ച ആളുകളോട് പ്രാർത്ഥിക്കാത്ത ആളുകൾ, സഹായം ചോദിക്കാത്ത ആളുകൾ സത്യനിഷേധികളും കാഫിറാണെന്ന് പറയുകയും ലോകത്ത് ഇന്ന് വരെ വന്ന സർവ്വ പ്രവാചകന്മാരെയും സത്യനിഷേധികളും കാഫിറാക്കുകയും ചെയ്ത MT ദാരിമിയുടെ സംസാരത്തിനെതിരായിട്ട് ചില വീഡിയോ ഇറക്കിയപ്പോൾ അതിനെ ന്യായീകരിച്ചു കൊണ്ടുവന്ന അബൂ താഹിർ ഫൈസി, മാനന്തവാടി, ഡബിൾ ഡിഗ്രി, മൂപ്പരെ തഫ്സീർ ഓതിക്കൊണ്ട് കളവ് പറയുകയും മരിച്ചുപോയ കുഫാറുകളെ വിളിച്ച് സഹായം ചോദിക്കാത്ത ആളുകൾ സത്യനിഷേധികളും കാഫിറുകളുമാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്തു. അതിനുശേഷം മൂപ്പര് ഒരുപാട് തെളിവുകൾ കൊണ്ടുവന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞു, അതേപോലെ തന്നെ ഷെയ്ഖ് ജീലാനിയുടെ പേരിൽ കളവ് പറഞ്ഞു, അള്ളാഹുവിന്റെ പേരിൽ ആവർത്തിച്ച് കളവ് പറഞ്ഞു. അതിനോട് ചില ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിരുന്നു. സമസ്ത പള്ളി ദർസുകളിൽ ഷഹാദത്തിന്റെ റുക്കുനുകളോ നിബന്ധനകളോ പഠിപ്പിക്കുന്നില്ല എന്ന്. അതിനെ ന്യായീകരിച്ചുകൊണ്ട് മറപിടിയുമായി മൂപ്പര് വന്നിട്ടുണ്ട്. മൂപ്പര് അതിൽ എവിടെയും ഷഹാദത്ത് വചനത്തിന്റെ നിബന്ധനകൾ പറയുന്നില്ല. അതിനുള്ള ദലീലുകളായിട്ടുള്ള ആയത്തുകളോ ഹദീസുകളോ ഒന്നും പറയുന്നില്ല. മൂപ്പര് അതിന്റെ വാക്കാർത്ഥം പള്ളി മദ്രസകളിൽ പഠിപ്പിക്കാറുണ്ട് എന്ന രൂപത്തിൽ, അതേപോലെ ഫത്വൽ മൊയ്ൻ വായിച്ചുകൊണ്ട് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. അവിടെയും കൃത്യമായി ഇതാണ് നിബന്ധന, അതിനുള്ള തെളിവുകൾ ഈ ആയത്താണ് കൊടുത്തിട്ടുള്ളത്, ഈ ഹദീസുകളാണ് സഹിയായിട്ടുള്ള ഈ ഹദീസുകളാണ് തെളിവെന്ന് അവിടെയും പറയുന്നില്ല. എന്നാൽ ഈ ആളുകള് ഷെയ്ഖ് ജീലാനിയുടെ പേരിൽ പറഞ്ഞ ഒരു പച്ചക്കള്ളം, അതിനുശേഷം അതിന്റെ സത്യാവസ്ഥ നമുക്കൊന്ന് പരിശോധിക്കാം. ഇവരുടെ വാദണ്ട്, വല്ലേ നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് വായ്ക്കൂടാ മുമ്പുത്തരം നൽകുന്നു. ആര്? ഷെയ്ഖ് ജീലാനി പറയുന്നു. അതുപോലെ മരണപ്പെട്ട മുഴുവൻ ആളുകളും. വായ് മൂടുന്നതിന് മുമ്പല്ല, കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഉത്തരം നൽകിയിട്ടുണ്ട്. അത് ഖുർആനിലുള്ളത്. ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങൾ എന്നെ വിളിച്ചാൽ നിങ്ങളെ വിളിച്ച് വായടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഉത്തരം നൽകും എന്ന് പറഞ്ഞാൽ അതിന് കുറച്ചൊക്കെ ഒരു സാവകാശം ഉണ്ട്. ഒരു വായ അടക്കാനുള്ള ഒരു സാവകാശം. കണ്ണിന്റെ ഇമ വെട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെക്കൻഡ് സമയം തന്നെ അതിന് വേണ്ട. അപ്പൊ ആ ഒരു സെക്കൻഡ് സമയത്തിനുള്ളിൽ ഞാൻ ഉത്തരം നൽകാമെന്ന് പറഞ്ഞത് ആസഫ് ബിൻ ബർഹിയ എന്ന് പറയുന്ന വലിയാണ്. ഇതെവിടെ പറഞ്ഞത്? വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കഥയാണ്. ഇയാൾക്ക് ഖുർആനും അറിയില്ല, ഹദീസും അറിയില്ല. ഉള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും വിഷമവും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പരീക്ഷണം അല്ലെങ്കിൽ ശിക്ഷ അള്ളാഹു നൽകിയാൽ ആ ശിക്ഷയെ മാറ്റിത്തരാൻ, ദൂരീകരിച്ചു കൊടുക്കാൻ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇവരെന്താണ് പറയുന്നുള്ളത്? അള്ളാഹു എന്തെങ്കിലും പ്രയാസം കൊടുത്താൽ അത് മാറ്റിത്തരും. ആര്? മരണപ്പെട്ടു പോയ ആളുകൾ. അള്ളാഹു മാറ്റിത്തരുന്നതിനേക്കാൾ മുമ്പ്. അപ്പൊ അള്ളാഹുവിനേക്കാളും സ്ഥാനമാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അതേപോലെ പരിശുദ്ധ ഖുർആന്റെ പേരിൽ ഇദ്ദേഹം 3 കളവുകളാണ് ഇവിടെ പറയുന്നുള്ളത്. ഒന്നാമതായിട്ട്, ഒരു വ്യക്തിയുടെ പേര് പരിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പരാമർശം സൂറത്തുൽ നംലിൽ ഇല്ല. രണ്ടാമത്തെ കാര്യം, മരണപ്പെട്ട ആളുകളെയാണ് വിളിച്ചത്. അങ്ങനെയുള്ള ഒരു പരാമർശം ഖുർആനില്ല. ജീവനോടുള്ള ആ സദസ്സിൽ ഉണ്ടായിരുന്ന ആളുകളോടാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം വെല്ലുവിളിക്കുന്നുള്ളത്. ആ സമയത്ത് വേദഗ്രന്ഥത്തിൽ അറിവുള്ള ആളുകൾ, ആ വേദഗ്രന്ഥത്തിൽ അറിവുള്ള ആളുകളെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചില്ല ഇസ്മുൽ ആളം കൊണ്ട് അള്ളാഹുവിനോട് ഉടനെ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന അവർക്കറിയാമായിരുന്നു. ആ പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് അത് സുലൈമാൻ നബി അലൈഹി സ്വലാം തന്നെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതല്ല, മറ്റു ആളുകളാണെങ്കിൽ പോലും ജീവനോട് ഉണ്ട ആളുകൾ അള്ളാഹുവിനോടാണ് അവിടെ പ്രാർത്ഥിച്ചത്. മരണപ്പെട്ട ആളുകളോട് പ്രാർത്ഥിക്കാൻ അഹ്ലുസുന്നത്തിന്റെ ഒരു മുഫസ്സിറും ഈ ആയത്ത് തെളിവ് പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലോ സഹാബത്തോ ത്വാബീങ്ങളോ അത്ബാഉ ത്വാബീങ്ങളോ 4-1 മദ്ഹബിന്റെ ഇമാമിങ്ങളോ ഈ രൂപത്തിൽ വിശദീകരിച്ചു തന്നിട്ടില്ല. നോക്കൂ, ഇവർ വായ തുറക്കുന്നതിന് അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയാനാണ്. ഇനി ഷെയ്ഖ് ജീലാനി റഹിമഹുല്ലാഹ് എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണാൻ പറ്റും. വിപ്പൽ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നീ ആരോടും അഭയം തേടാൻ പാടില്ല. നിന്റെ അസ്വസ്ഥത നീ ആരുടെ മുമ്പിലും വെളിവാക്കുകയോ നിന്റെ ഉള്ളിൽ നിന്റെ രക്ഷിതാവിനെ നീ തെറ്റിദ്ധരിക്കുകയോ ചെയ്യരുത്.
അള്ളാഹുവിന്റെ ഹിക്മത്തിനെ പറ്റി നീ ആരോടും ആവലാതിപ്പെടരുത്. നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും ഏറ്റവും നല്ലതായി തോന്നുന്നതിനെ നീ തിരഞ്ഞെടുക്കുക. നിന്റെ സൗഖ്യത്തിന്റെ കാര്യത്തിൽ അവന്റെ സൃഷ്ടികൾപ്പെട്ട ഒരുത്തനിലേക്കും നിന്റെ തീരുമാനം പോകരുത്. അത് നിന്നിൽ നിന്നുള്ള ശിർക്കാണ്, ബഹുദൈവാരാധനയാണ്, അള്ളാഹുവിലേക്ക് സമന്മാരെ ഉണ്ടാക്കലാണ്. ഷഹാദത്ത് അറിയാത്ത ചേലാകർമ്മം നടത്തി മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് 8 മീറ്ററിന്റെ തുണി തലയിൽ തിരുകി ലൂയിസ് എഴുതിയ നസ്രാണി എഴുതിയ ബുക്ക് നോക്കി അറബി ഭാഷയുടെ അർത്ഥം പഠിച്ച് മുസ്ലിയാർ എന്ന് പറഞ്ഞു നടക്കുന്ന ഈ ആളുകളോടാണ് ഷെയ്ഖ് ജീലാനി പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നത് ശിർക്കാണ്, ബഹുദൈവ ആരാധനയാണ്. അള്ളാഹുവിന്റെ അധികാരത്തിൽ ആരും തന്നെ ഒന്നും അധീനമാക്കുന്നില്ല. അത് ഒരു ഉപകാരം, അവനല്ലാതെ ഒരു ഉപകാരമോ ഉപദ്രവമോ നീക്കിത്തെറുക്കാൻ ഒരാളെ കൊണ്ട് പറ്റില്ല. നീ ആരെയും വിളിക്കരുത്, അള്ളാഹുവിനെ മാത്രം വിളിക്കണം എന്നാണ് ഷെയ്ഖ് ജീലാനി പറഞ്ഞത്. ഇനി ഷെയ്ഖ് ജീലാനി അവിടെ പോയാൽ തന്നെ വിളി കേൾക്കുവോ? ഇവരുടെ നേതാവ് ബഹാവുദ്ദീൻ നദ്വി കൂയാട്ടുള്ള ഇവരുടെ ഹുദവി ബിരുദെടുക്കുന്ന ദാറുൽ ഹുദ ചെമ്മാടിന്റെ പ്രിൻസിപ്പാൾ ആയിട്ടുള്ള അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടു നോക്കൂ. അവർ പറയും അത് നിങ്ങൾ എഴുതി ഉണ്ടാക്കിയതാണെന്ന്. അത് പറയാതിരിക്കാനാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ വാ, ടിക്കറ്റ് നമ്മൾ എടുത്തു തരാൻ വേണമെങ്കിൽ നമുക്ക് 2 കൂട്ടർക്കും കൂടി ഹദ്റജിയിലേക്ക് പോകാം, എന്നിട്ട് രേഖ പരിശോധിക്കാം. ഇനി അബൂദാബിയിലേക്ക് ചെന്നാൽ ഈ മുടി കൊടുത്ത കക്ഷി എനിക്ക് ഇന്നാളാ തന്നിരുന്നത്, മൊഹിയുദ്ദീൻ ഷെയ്ഖാ തന്നിരുന്നത്, അദ്ദേഹത്തിനടുത്ത് ബഗ്ദാദിൽ ചെന്ന് ചോദിക്കാൻ അദ്ദേഹം പറയാൻ സാധ്യതയുണ്ട്. എനിക്ക് മുടി തന്ന ആളും സനത് തന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് മുടി തന്നത് മൊഹിയുദ്ദീൻ ഷെയ്ഖാണ്, അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ബഗ്ദാദിലാണ്, അവിടെ ചെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ബഗ്ദാദിലാണ്, അവിടെ ചെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ബഗ്ദാദിലാണ്, അവിടെ ചെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. സഹോദരങ്ങളെ, വല്ലേ നീലത്തിനും എന്നെ വീളിപ്പോർക്ക് വായിക്കൂടെ ഉത്തരം നൽകുമെന്നല്ല, അവിടെ പോയിട്ട് ചോദിച്ചാൽ പോലും ഉത്തരം കിട്ടില്ല, മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് ഷെയ്ഖ് ജീലാനി റഹിമഹുള്ളയെ കുറിച്ചാണ് പറയുന്നത്. ഇവനെന്താണ് പറഞ്ഞത്? അള്ളാന്റെ ഖുർആൻ ഓതി കളവ് പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ ഇത്രമാത്രം കളവ് പറയുന്ന ഇതുപോലുള്ള കക്ഷികളെ കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, എന്റെ ഉമ്മത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നുള്ളത് ഖുർആൻ പഠിക്കുന്ന മുനാഫിക്കുകളെയാണ്, സത്യവിശ്വാസികൾക്കെതിരെ തർക്കിക്കാൻ വേണ്ടി. ഇവിടെ നോക്കൂ, സത്യവിശ്വാസിയായിട്ടുള്ള സമസ്ത മതം വിട്ട് അള്ളാഹുവിന്റെ മതമായ ഇസ്ലാമിലേക്ക് വന്ന എന്നോട് തർക്കിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ഖുർആന്റെ തുറന്നുകൊണ്ട് എത്രമാത്രം കളവുകളാണ് പറയുന്നുള്ളത്. ഇവർക്ക് പരലോകത്ത് വിശ്വാസമുണ്ടോ? ഇവർക്ക് അള്ളാഹുവിനെ കുറിച്ചിട്ട് ഭയമുണ്ടോ? ചിന്തിക്കൂ സഹോദരങ്ങളെ, ഇവര് ഷഹാദത്ത് പഠിപ്പിക്കുന്നില്ല. ഇവർ പാരമ്പര്യ കുടുംബത്തിൽ ജനിച്ചു, മുസ്ലിം ഉമ്മത്തിൽ കടന്നുകൂടി മുസ്ലിം ഉമ്മത്തിനെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളാണ് ഈ മുസ്ലിയാക്കന്മാർ. ഈ മുസ്ലിയാക്കന്മാരുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പരലോകമാണ് നഷ്ടപ്പെടുന്നുള്ളത്. മുസ്ലിയാരോട് ഇനി ചോദ്യം ആവർത്തിച്ചു ചോദിക്കുകയാണ്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ കൊണ്ടുപോയി ഖബറടക്കി ജാറമുണ്ടാക്കി ഉറൂസ് കഴിക്കാൻ, അവിടെ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ, അവരോട് ദുആ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ, സഹായം ചോദിക്കാൻ, ഇങ്ങനെ മതം പഠിപ്പിക്കാൻ വന്ന ഒരു പ്രവാചകനാര്? അതല്ലെങ്കിൽ നിങ്ങളെ മതം ഏത്? അതേപോലെ തന്നെ ഷഹാദത്ത് വചനത്തിന്റെ നിബന്ധനകൾ പരിശുദ്ധ ഖുർആന്റെ ആയത്തുകളും ഹദീസുകളും വെച്ചുകൊണ്ട് വിശദീകരിച്ച് ഒന്ന് പറയണം. അതേപോലെ തന്നെ മരണപ്പെട്ട ആളുകളോട് സഹായം ചോദിക്കുന്നതിന്റെ ഹുക്കും എന്ത്, വിധി എന്ത്? നിങ്ങളെ MT ദാരിമി പറഞ്ഞത് നിർബന്ധമാണ്, ഇല്ലെങ്കിൽ കാഫിറും സത്യനിഷേധിയും ആളാണെന്ന്. മരിച്ചുപോയ കുഫാറുകളോട് സഹായം ചോദിച്ചില്ലെങ്കിൽ അവൻ സത്യനിഷേധികളും കാഫിറുമാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അതിന്റെ ഹുക്കും ഒന്ന് പറയണം. ഈ ചോദ്യങ്ങൾ നിങ്ങളെ ഉറക്കം കെടുത്തുന്നുണ്ടെന്നറിയാം. റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഈ ദുനിയാവിൽ നിങ്ങൾ ഇത്ര നിന്ദ്യനാക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സാധാരണക്കാരായ സമസ്ത വിട്ട ഒരാൾ നിങ്ങൾക്കെതിരെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളെ നിന്ദ്യനാക്കുകയാണ് ചെയ്യുന്നുള്ളത്. ഇനി പരലോക കോടതിയിൽ ഇതിനേക്കാളും ഭയാനകമായി നിങ്ങൾക്ക് വരാനുണ്ട്. അതിനു മുമ്പ് തൗബ ചെയ്ത് മടങ്ങിക്കോളൂ മുസ്ലിയാരെ, പരിപൂർണ രൂപത്തിൽ ഇസ്ലാമിലേക്ക് വരൂ. നിങ്ങൾക്ക് ഷഹാദത്ത് അറിയുന്നില്ലെങ്കിൽ 5ാം ക്ലാസ്സിൽ സലഫി പള്ളിയിൽ മദ്രസയിൽ പഠിക്കുന്ന എന്റെ മോനുണ്ട്, അവൻ പറഞ്ഞു തരും. വേണമെങ്കിൽ ഒരു വീഡിയോയിൽ പറ, എനിക്കറിയില്ല, നിങ്ങളെ മോനെ കൊണ്ടൊന്ന് പറയിപ്പിച്ചു തരണം, പറയിപ്പിച്ചു തരാം. മനസ്സിലായില്ലേ? നിങ്ങൾ ഇങ്ങനെ ജനങ്ങളെ നിങ്ങൾ ഇങ്ങനെ വിഡ്ഢിയാക്കല്ലേ. എല്ലാ സമയത്തും ഇങ്ങനെ വിഡ്ഢിയാക്കാൻ പറ്റും. നിങ്ങൾ ആ ധാരണ നിങ്ങൾ വെച്ചു പുലർത്തുകയും വേണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് കേൾക്കുന്ന സാധാരണക്കാർക്ക് ആ സമസ്ത എന്നുള്ള ഒരു പുത്തൻ ആശയം വിട്ട് അള്ളാഹുവിന്റെ മതത്തിലേക്ക് വരാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. അതേപോലെ തന്നെ നാം ഓരോരുത്തരെയും സത്യത്തിലായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മരിക്കാൻ ഉള്ള അവസരം ഉണ്ടാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.